ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അലുവ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ മൈദ എടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് മൈദമാവ് ഇട്ടിട്ടുണ്ട്. അത് ഇളക്കി നല്ല വിട്ട് വരുന്ന പാകമാകുമ്പോഴേക്കും അതിലേക്ക് കുറേശ്ശെ നെയ്യും ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള ഒരു അലുവയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആലോചിച്ചത്. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ലപോലെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മുടെ അലുവക്കുട്ടനെ എടുത്ത് അങ്ങോട്ട് തട്ടുക. അപ്പോൾ ഇനിയിപ്പോൾ തട്ടി നല്ലപോലെ ആ അലുവയുടെ ആ ഒരു കൺസിസ്റ്റൻസി നല്ലപോലെ ആകണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം. അപ്പോഴേക്കേ അത് സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സും ക്യാഷ്യൂ നട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അലുവ 2 മണിക്കൂറോളം ഞാനെടുത്ത് ഫ്രീസിൽ വെച്ചു. ഇപ്പോൾ നല്ല ഒരു